ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് നമ്മുടെ ട്രാവൽ വ്ളോഗാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ പോയ സ്ഥലങ്ങളും കഴിച്ച ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു ഫാമിലി ട്രാവൽ വ്ളോഗ്. സോ വാച്ച് ഇറ്റ് ഗൈസ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കണ്ടത്തിൽ റെസ്റ്റോറൻറ്റിലാണ്, കുറ്റിയാടിയിലുള്ള. കുറേ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പോയത്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, അതുപോലെ റേറ്റും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിറങ്ങിയപ്പോൾ ഏച്ചൊക്കെ പാട്ട് വേണം, പാട്ടില്ലാണ്ട് വണ്ടിയിലിരിക്കാൻ പറ്റില്ല. അങ്ങനെ പാട്ടെല്ലാം വെച്ച് നമ്മൾ നേരെ നമ്മളെ റിസോർട്ടിലേക്ക് എത്തി. പിന്നൊരു കാര്യം, ഇതെന്തിനാ ഇപ്പം ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കൊടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതും എല്ലാ വീഡിയോവും പോലെ എൻ്റെ ഗാലറിയിൽ ചിതലരിച്ച് കിടക്കുകയുള്ളൂ. സോ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഓൾ. റിസോർട്ടിലെത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കായി നമ്മൾ പോക്ക്. അങ്ങനെ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണണ്ടേ? കാണിച്ചു തരാം. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിൽ എന്താ, നമ്മളെ ബേബിച്ചേട്ടനെ കണ്ടില്ലേ? ബേബിച്ചേട്ടൻ ആൾ പൊളിയാണ് കേട്ടോ. അവിടെ നിന്ന് ഓരോന്ന് കഴിച്ചും കുറച്ച് നേരം ബേബിച്ചേട്ടൻ്റെ കഥകളൊക്കെ കേട്ടിട്ട് അവിടെ ഇങ്ങനെ നിന്ന് പഴയ കഥകളും ഈ വൈത്തിരിയിലെ വെള്ളച്ചാട്ടം ഉണ്ടാക്കിയതെല്ലാം ബേബിച്ചേട്ടനാ പോലും. കുറേ കഥകൾ പറയാനുണ്ടോ ഇപ്പർക്ക്. നിങ്ങളൊക്കെ അവയ്ക്ക് പോകുന്നവരാണെങ്കിൽ ഒന്നിതാ ഇവിടെ ഒന്ന് കയറിയിട്ട് ഒന്ന് മൂപ്പരൊന്ന് കണ്ടിട്ട് പോയിക്കോളി. കാണാൻ നല്ല നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളകും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കാണാൻ നല്ല രസമുണ്ട് മൊത്തത്തിൽ. വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിലും നല്ല അടിപൊളി ഒരു വ്യൂവും കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളെ റിസോർട്ടിലേക്ക് എത്തിയിട്ടാ അതിൻ്റെ ഒരു കുലുക്കമാണ് കേൾക്കുന്നത്. അങ്ങനെ റിസോർട്ടിലെത്തി. ഓക്കെ, ബാക്കി റിസോർട്ടിൻ്റെ അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബാ. അതിവിശാലമായൊരു റൂമും പിന്നെ ഇതാ നല്ല അടിപൊളി പൂൾ ഏരിയയും. പ്രൈവറ്റ് പൂളാണ്. സോ എല്ലാ തരത്തിലും പ്രൈവസി ഉള്ള നല്ല അടിപൊളി സെറ്റപ്പ് ഒരു സ്റ്റേക്കേഷനായിരുന്നു. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതിൻ്റെ പാർട്ട് 2 നാളെ ഇടാം. അപ്പം അതിൽ കുറച്ചും കൂടി വിശേഷങ്ങളുണ്ട്, കണ്ടോക്കട്ടാ. ഇനിയിപ്പോൾ ഇതിൽ എൻ്റെ കുറച്ച് പട്ടിഷുണ്ട്, അതും കൂടി കണ്ടിച്ചു. നമ്മൾ എത്തിയപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ലഞ്ച് സെറ്റായി. നല്ല അടിപൊളി വ്യൂവോട് കൂടി നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. ബൈ ദ വേ, നമ്മൾ പോയ റിസോർട്ടിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള വയലട വ്യൂ പോയിൻ്റ് റിസോർട്ടിലാണ് നമ്മൾ പോയത്. ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്കിങ്ങനെ ഇങ്ങനെ നടന്ന് ഇതാക്കാനൊന്നും സ്പേസ് ഇല്ലെങ്കിലും ഉള്ള കുറച്ച് സ്ഥലം എന്താ പറയുക, അടിപൊളി വൈബാണ്, സൂപ്പറാണ്. ഇഷ്ടമായി. അതിപ്പോൾ ഞാൻ പറയേണ്ട, നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ കോഫിയൊക്കെ വന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് കോഫിയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നേരെ പ്ലേ ഏരിയയിലോട്ട് പോയി കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് ബാഡ്മിൻ്റൺ കളിച്ച് പിന്നെ റൂമിലേക്ക് തിരിച്ചു വന്നു.
ഒരു ഡേ ടൈമിൽ മാത്രമല്ല കാണാൻ ഭംഗി, അതിലേറെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്, കുറേ ലൈറ്റിങ്സൊക്കെ ആയിട്ട്. കുറച്ച് നേരം കുട്ടികളായിട്ട് ഫുൾ ടൈം എൻജോയ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്ന് ഫ്രഷായി. ഇനി നാളത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടിപൊളി വ്യൂസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. സോ ടാറ്റാ ബൈ.